PMശ്രീയിൽ അടുത്തൊരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ SFI കേരളത്തിൽ ഉണ്ടെന്ന് ബോധത്തോടു കൂടി വേണം എടുത്തു വെക്കാൻ. ഞങ്ങൾ സമരമേ ചെയ്തില്ല, ഞങ്ങൾ സമരം ചെയ്ത് ഉടനെ സമരത്തിന് ഇറങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ചൊറി പിടിച്ചത് എന്നാണ് ഒരു MLA പറഞ്ഞത്. ആ MLA ജയിലിൽ കിടന്നത് എന്തിന്റെ പേരിലായിരുന്നു എന്നൊക്കെ കേരളം കണ്ടതാണ്. സ്വന്തം സഹപ്രവർത്തകർ പരാതി കൊടുത്തിട്ടാണ് ആ MLA ജയിലിൽ കിടന്നത്. അതൊക്കെ കേരളം കണ്ടതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടി രാഷ്ട്രീയം സംവദിക്കാൻ ഞങ്ങൾ തയ്യാറുണ്ട്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാർത്ഥികളെ ബാധിക്കുന്നതും ഏത് രാഷ്ട്രീയ വിഷയത്തിലും ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എവിടെയും ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ ഞങ്ങൾക്ക് യാതൊരുവിധ അജണ്ടയുമില്ല. ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മുന്നോട്ട് വെക്കാൻ, ആ ഭരണഘടനയ്ക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പുതിയ പൗരന്മാരായി നിശ്ചയിക്കുന്ന പൊതുവിദ്യാഭ്യാസത്തെ, ഉന്നത വിദ്യാഭ്യാസത്തെ, കേരളത്തിന്റെ മതനിരപേക്ഷ ബോധ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ എല്ലാ വിഷയവും, ഈ ബസ് കൺസെഷൻ ആവട്ടെ, സർവകലാശാല വിഷയമാവട്ടെ, ഗവർണർ ഇഷ്യൂ ആവട്ടെ, ഈ പറഞ്ഞ ഒട്ടനവധി വിഷയങ്ങൾ, ഇപ്പോൾ PMശ്രീയിൽ അടുത്തൊരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ SFI കേരളത്തിൽ ഉണ്ടെന്ന് ബോധത്തോടു കൂടി വേണം എടുത്തു വെക്കാൻ. സ്കൂളുകളെ ഐഡന്റിഫൈ ചെയ്താൽ തീർച്ചയായും ശക്തമായ സമരം ഉണ്ടാവും. ഫ്രീസ് ചെയ്ത നിലപാട് എന്താണോ അത് അവിടെ തന്നെ നിൽക്കണം. അതിനപ്പുറത്തേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കാം.